ഹായ് നമസ്കാരം, ഞാൻ രേവതി. ഞാൻ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ മാതാ കോളേജും മെഡിക്കൽ കോളേജും ചേർന്ന് ഞങ്ങൾ ഇന്നൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ളത് IMA പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് ആണ്. നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകാം. മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ജിജി മാം, ഇന്ന് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട IMAയുടെ നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഹേമ മാം, അതോടൊപ്പം തന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജ്യോതി സുഭാഷ് സാർ, രക്തദാന മഹാദാനം എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് രക്തദാനത്തിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് കാട്ടാക്കട മാതാ കോളേജിൽ വെച്ച് നമ്മൾ നടത്തുകയാണ്. എല്ലാ വർഷവും എല്ലാ കോളേജുകൾക്കും മാതൃകയായി നടത്തുന്ന ഈ പരിപാടി ഇന്ന് അങ്ങേയറ്റം നമുക്കൊരു സംതൃപ്തി, അങ്ങേയറ്റം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ട IMAയുടെ നാഷണൽ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിരിക്കുന്ന നമ്മളോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങൾക്കും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ ഇരിക്കുന്ന ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മാമാണ്. നമസ്കാരം. ലോക വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേയുടെ ഭാഗമായിട്ടാണ് ഇന്ന് മാതാ കോളേജിൽ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വിങ്ങിലെ ഡോക്ടർമാരും സ്റ്റാഫുകളും എത്തിച്ചേരുകയും ഇവിടെ ഒരു വലിയൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നെ ഇതിനൊരു നല്ല മനസ്സ് കാണിച്ച മാതാ കോളേജിലെ ചെയർമാൻ ജിജി മാഡത്തിനും MD ഡോക്ടർ ഗിരീഷും പിന്നെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഓരോ തുള്ളി രക്തവും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് തന്നെ ഈ കോളേജിൽ ഇവർ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വളരെ നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ ക്യാമ്പ് ഞാൻ ജിജി ജോസഫ്. അപ്പം അന്താരാഷ്ട്ര ബ്ലഡ് ഡൊണേഷൻ ഡേ പിന്നെ ജൂൺ 14 ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അന്ന് ഹോളിഡേ ആയതിനാൽ നമുക്ക് സ്റ്റുഡൻസിന് എല്ലാവരും ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മെഡിക്കൽ കോളേജ് ടീമുമായിട്ട് അവർ തന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം. ഇന്ന് വ്യാഴാഴ്ച ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് പിന്നെ നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ പ്രോഗ്രാം വൻ വിജയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് ആയിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇതിന് വളരെ സന്തോഷത്തോടെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തോന്നി അവരുടെ നല്ല മനസ്സിന് ഒരായിരം നന്ദി പറയുന്നു. ഈ നല്ല മനസ്സ് ഇത് മാത്രമല്ല ഞങ്ങൾ ചാരിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങളുടെ ട്രസ്റ്റ് വഴി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ഞങ്ങൾ ചെയ്യുന്നതാണ്. നമസ്കാരം. അങ്ങനെ മാതാ കോളേജിന്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. നമ്മുടെ ഹേമ ഫ്രാൻസിസ് മാഡം ആയിരുന്നു ഇന്ന് ഇനോഗ്രേഷൻ ചെയ്തത്. അതേപോലെ എൻ്റെ അമ്മയുടെ ആ ഒരു സന്തോഷവും, കാരണം നമുക്ക് ഒരുപാട് ഓരോ ചെറിയ ചാരിറ്റി പ്രോഗ്രാം ചെയ്യുമ്പോഴും വളരെ സന്തോഷമാണ്. അത് മാതാ കോളേജിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ സ്റ്റാഫ് ആയിക്കോട്ടെ, അതേപോലെ കുട്ടികളായിക്കോട്ടെ, നമ്മുടെ ഈ ചുറ്റുപാടുള്ള ആൾക്കാരായിക്കോട്ടെ,
ചാരിറ്റി എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മ വരുന്ന മാതാ കോളേജ് എന്ന് പറയുന്ന ഒരു പേരാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മുൻ ദിവസങ്ങളിൽ ചെയ്യുന്ന ചാരിറ്റിയുടെ ഗുണങ്ങളും ഉണ്ടായിരിക്കാം. കാരണം വീൽ ചെയർ ആയിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, അർഹതപ്പെട്ടവരുടെ കൈകളിൽ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇന്നത്തെ ആ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പല സമയങ്ങളിലും നമുക്ക് ബ്ലഡിന് വേണ്ടി നമ്മൾ പല ആൾക്കാരും ഓടുന്നതായിരിക്കാം, അറിയപ്പെടാം. കാരണം ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ ഒരു സുഹൃത്തായ ഒരാൾ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലഡിന് വേണ്ടി. പക്ഷെ അന്നേ ദിവസം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നമുക്ക് ഈ ബ്ലഡ് കൊടുക്കാനും കഴിഞ്ഞില്ല. അത് വളരെ എനിക്ക് വിഷമം നിറഞ്ഞൊരു ദിവസമായി മാറി ആ ദിവസം. പക്ഷെ ഇന്ന് നമ്മൾ ഈ ചെയ്യുന്നത് എല്ലാ കുട്ടികളുടെയും അതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെയും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മെഡിക്കൽ കോളേജിലും അതേപോലെ RCCകളിലും അതവർ സ്റ്റോർ ചെയ്യും, ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യും. ആവശ്യക്കാർക്ക് അത് യൂസ് ചെയ്യാനുള്ള ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷം. ഇത് ഇനിയും പല മേഖലകളിലും പല ആൾക്കാരും ഇത് തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.